കിളികളുടേതാണല്ലേ, ബേർഡ്സിൻ്റെ ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതേതായിരിക്കും ചാപ്റ്റർ? യെസ്, വിങ്ഡ് ബഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. EVSലെ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള വിങ്ഡ് ബഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ കേട്ടോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എക്സാമിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അല്ലേ. ഇൻ വാട്ട് വേ ഡു ബേർഡ്സ് ഇൻ ദ പിക്ചർ ഡിഫർ? നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്? ബേർഡ്സിൻ്റെ ചിത്രങ്ങൾ. എല്ലാ ബേർഡ്സും ഒരുപോലെ ആയിരിക്കുമോ? അല്ല അല്ലേ, ഓരോ ബേർഡ്സും നിറത്തിലും രൂപത്തിലും വ്യത്യസ്തമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മിസ് ഈ റൗണ്ടിലിട്ട ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ വാട്ട് വേ ഡു ദ ബേർഡ് ഇൻ ദി പിക്ചർ ഡിഫർ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബേർഡ്സ് വ്യത്യസ്തമാവുന്നത്, മറ്റ് ബേർഡ്സിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഓരോ ബേർഡ്സും? എന്തുകൊണ്ടായിരിക്കും? ഫസ്റ്റ് വൺ, കളർ ഓഫ് ദെയർ ഫെദേഴ്സ്. കളർ ഓഫ് ദെയർ ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൂവലുകളുടെ കളറിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ ആകൃതിയിലും വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബാക്കി കുറച്ച് നമുക്ക് കണ്ടുപിടിച്ചാലോ. ഷേപ്പ് ഓഫ് ദ ബീക്ക്, സൈസ് ഓഫ് ദ ബേർഡ്, ലെങ്ത് ആൻഡ് ഷേപ്പ് ഓഫ് ദ ടൈൽ, ടൈപ്പ് ഓഫ് ഫീറ്റ് ഓർ ക്ലോവ്സ്. തൂവലുകളുടെ നിറത്തിൽ, ശരീരാകൃതിയിൽ, കൊക്കിൻ്റെ ആകൃതിയിൽ, പക്ഷിയുടെ വലിപ്പം, വാലിൻ്റെ നീളവും ആകൃതിയും, പാദങ്ങളുടെയോ നഖങ്ങളുടെയോ തരം, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ബേർഡ്സിനെ, പക്ഷികളെ തരംതിരിച്ചറിയാൻ കഴിയും അല്ലേ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം. 2 കോളം തന്നിട്ടുണ്ട്. ഒരു കോളത്തിൽ കാക്കയുടെ ചിത്രമുണ്ട്, മറ്റു കോളത്തിൽ പീക്കോക്ക്, മയിലിൻ്റെ ഒരു പിക്ചറും തന്നിട്ടുണ്ട്. ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ ഓൺ ദെയർ ബോഡി. സെയിം കളർ ബോഡിയിൽ, ശരീരത്തിൽ ഒരേ കളറുകൾ കാണപ്പെടുന്ന ബേർഡ്സുകൾ ഏതൊക്കെയാണെന്നും, അതേപോലെ ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെൻറ്റ്, തൂവലുകൾ വ്യത്യസ്ത കളറുകൾ കാണുന്ന ബേർഡ്സുകളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ്? പാരറ്റ് ഉണ്ട്, വൈറ്റ് ഡോവ് ഉണ്ട്, സ്വാൻ, ക്രെയിൻ. പാരറ്റ് എന്ന് പറഞ്ഞാൽ തത്ത, വൈറ്റ് ഡോവ് എന്താണ്? പ്രാവ്, സ്വാൻ ഹംസങ്ങൾ, അതേപോലെ ക്രെയിൻ എന്താണ്? കൊക്കുകൾ. ഇവരൊക്കെ സെയിം തൂവലുകളായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡിഫറെൻറ്റ് തൂവലുകളുള്ളത് ആർക്കൊക്കെ ആയിരിക്കും? കിങ് ഫിഷർ, ഡക്ക്, ഈഗിൾ, വുഡ് പീക്കർ, ഇവർക്കൊക്കെയാണ് വ്യത്യസ്ത തൂവലുകളുള്ളത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ, എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കാൻ. നിങ്ങളെവിടെന്നെങ്കിലും വെച്ചിട്ട് ഒരു ബേർഡിനെ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ബേർഡിനെ കുറിച്ച് നിങ്ങളൊരു നിരീക്ഷണക്കുറിപ്പ്, ഒബ്സർവേഷൻ നോട്ട് എന്ന് പറഞ്ഞാൽ നിരീക്ഷണക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിരീക്ഷണക്കുറിപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത്? പക്ഷിയുടെ പേര്, നെയിം ഓഫ് ദ ബേർഡ്, എന്ത് ബേർഡിനെയാണോ കണ്ടത്, അതേപോലെ പക്ഷിയെ കണ്ട സ്ഥലം, പക്ഷിയെ കണ്ട സമയം, പക്ഷിയുടെ നിറം, ചുണ്ടിൻ്റെ സവിശേഷത, കാലുകളുടെ പ്രത്യേകത, വാലിൻ്റെ സവിശേഷത. അതായത് നെയിം ഓഫ് ദ ബേർഡ്, പ്ലേസ് വെയർ ഇറ്റ് വാസ് സീൻ, എവിടെ നിന്നാണ് കണ്ടത്, ടൈം വെൻ ഇറ്റ് വാസ് സീൻ, ഏത് ടൈമാണ് കണ്ടത്, കളറ്, ഫീച്ചേഴ്സ് ഓഫ് ബീക്ക് എന്നാണ് ചുണ്ടുകൾ അല്ലേ, അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് ദ ലെഗ്സ്, കാലുകളുടെ ഫീച്ചേഴ്സ് ഓഫ് ദ ടൈൽ, നഖങ്ങളുടേത്, അതർ ഫീച്ചേഴ്സ്, മറ്റ് ഫീച്ചേഴ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാനറിയാലോ. ഇതാരാടെ മക്കളെ? എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട് അല്ലേ. കണ്ട് പരിചയമല്ല, നമ്മളെ വീട്ടിലെപ്പോഴും വരാറുണ്ട് അല്ലേ. ഇതാണ് കാക്ക, ഇംഗ്ലീഷിൽ ക്രൗ എന്ന് പറയും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നും വരുന്നതല്ലേ നമ്മളെ വീട്ടിൽ. ഇതിനെ വെച്ച് നമുക്കൊരു ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കിയാലോ. ഇന്നാ പിടിച്ചോ. നെയിം ഓഫ് ദ ബേർഡ്, ബേർഡിൻ്റെ പേരെന്താണ്? ക്രൗ. പ്ലേസ് വെയർ ഇറ്റ് വാസ് സീൻ, നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടത്? നമ്മൾ അർബൺ ഏരിയാസിൽ നിന്ന്, അല്ലെങ്കിൽ ട്രീസിൽ നിന്ന്, ഫീൽഡ്സ്, ഓൾമോസ്റ്റ് എവരിവെയർ. അതായത് മരത്തിൽ നിന്ന് കാണാറുണ്ട്, അർബൺ ഏരിയാസിൽ നിന്ന് കാണാറുണ്ട്, ഫീൽഡ്സിൽ നിന്ന് കാണാറുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തുനിന്നും കാണുന്ന ഒരാളാണല്ലേ. ടൈം വെൻ ഇറ്റ് വാസ് സീൻ, ഏത് ടൈമിലാണ് നിങ്ങൾ കണ്ടേ? സമയം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡേ ടൈം എന്ന് എഴുതിയാൽ മതി. അതായത് പകലായിരിക്കുമല്ലോ നമ്മൾ കാണുക.
അപ്പം ഡേ ടൈം എന്ന് എഴുതുക. ഇനി അടുത്തത് കളർ എന്താണ്? ബ്ലാക്ക് ആണെന്ന് നമുക്കറിയാം. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ പീക്ക്. പീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുണ്ട് അല്ലേ? ചുണ്ട് സ്ട്രോങ് ആയിരിക്കും, സ്ട്രൈറ്റ് ആയിരിക്കും ആൻഡ് ഷാർപ്പായിരിക്കും. ഓക്കെ. അടുത്ത ഫീച്ചേഴ്സ് ഓഫ് ദ ലെഗ്സ്. കാലിൻ്റെ ഫീച്ചർ എന്താ? സ്ട്രോങ് ലെഗ് ആയിരിക്കും, യൂസ്ഡ് ഫോർ പേഴ്സിങ് ആൻഡ് വാക്കിംഗ് ഓൺ ഗ്രൗണ്ട്. വാക്കിംഗ് ഗ്രൗണ്ടിൽ ഇങ്ങനെ വാക്ക് ചെയ്യൂലേ, നടക്കൂലേ, കുത്തിപ്പെറുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാക്ക് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ടെയിൽ. ടെയിൽ എന്താണ്? വാലല്ലേ. ടെയിൽ ഷോർട്ടായിരിക്കും, ഫാൻ ഷേപ്പായിരിക്കും അല്ലേ. ഫാനിൻ്റെ ഷേപ്പിലായിരിക്കും ടെയിൽ വരുന്നത്. മലയാളത്തിൽ പക്ഷിയുടെ പേര് കാക്ക. അതിനെ കണ്ട സ്ഥലം നഗരപ്രദേശങ്ങൾ, മരങ്ങൾ, വയലുകൾ, മിക്കവാറും എല്ലായിടത്തും കാണും. ഇതിനെ കണ്ട സമയം പകൽ സമയം. നിറം കറുപ്പ്. കൊക്കിൻ്റെ സവിശേഷത ശക്തമായ നേരായ മൂർച്ചയുള്ള കൊക്ക്. കാലിൻ്റെ സവിശേഷത ഇരിക്കാനും നിലത്ത് നടക്കാനും ഉപയോഗിക്കുന്ന ശക്തമായ കാലുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ വാലിൻ്റെ സവിശേഷതയോ ചെറിയ ഫാൻ ആകൃതിയിലുള്ള വാലുകളായിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് കംപ്ലീറ്റ്സ് ദ ലാർജസ്റ്റ് ബേർഡ്. ഏതാണ്? ഓസ്ട്രിച്ച്. ദ ബേർഡ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വേർഡ്. ഏതാണ്? ഫ്ലൈസ് ബാക്ക്വേർഡ്. പിന്നിലേക്ക് പറക്കുന്ന ബേർഡ്സ് ഏതാണ്? ഹമ്മിങ് ബേർഡ്. ദെൻ ദ ഹൈയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്. നല്ല ഹൈറ്റിൽ പറക്കുന്ന ബേർഡ്സ് ഏതാ? റാപ്പൽസ്, ഗിഫൺ ഫോൾച്ചർ. അതുപോലെ തന്നെ ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ. പറക്കാത്ത ബേർഡ്സോ? ഓസ്ട്രിച്ച്, എമു, കിവി എക്സെട്ര. നെക്സ്റ്റ് ഏറ്റവും സ്മോളസ്റ്റ് ബേർഡ്. ദ സ്മോളസ്റ്റ് ബേർഡ് എന്ന് പറയുന്നത് ഏതാണ്? ഹമ്മിങ് ബേർഡാണ്. ഓക്കെ. മിസ് തൊട്ടപ്പുറത്ത് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡു ഓൾ ബേർഡ്സ് ഈറ്റ് ദ സെയിം ഫുഡ്. എല്ലാ ബേർഡ്സും സെയിം ഫുഡാണോ? ഒരേ ഭക്ഷണമാണോ കഴിക്കുന്നത്? അല്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു കോളത്തിൽ ബേർഡ്, മറ്റു കോളത്തിൽ ഫുഡെന്ന് 2 കോളം തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ ബേർഡ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? പാരറ്റ്, കിങ് ഫിഷർ, കൈറ്റ്. അവർ കഴിക്കുന്ന ഫുഡ്സും തന്നിട്ടുണ്ട് അല്ലേ. ബാക്കി കോളം നമുക്കൊന്ന് ഫില്ല് ചെയ്താലോ. ക്രൗ വരുന്നുണ്ട്, ഓൾ വരുന്നുണ്ട്, പീജിയൻ വരുന്നുണ്ട്. ഇവർക്ക് കഴിക്കുന്ന ഫുഡ്സ് എന്തൊക്കെയാണ്? പാരറ്റ് എന്താ കഴിക്കുന്നത്? ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, സീഡ്സ്, വെജിറ്റബിൾസ് ഇവയൊക്കെ കഴിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ കിങ് ഫിഷറോ? ഫിഷ്, ഫ്രോഗ്, ഇൻസെക്ട്സ്, സ്മോൾ റെപ്റ്റൈൽസ്, റോഡൻസ് എക്സെട്ര. ദെൻ കൈറ്റ്. കൈറ്റ് എന്തൊക്കെയാണ്? റോഡൻസ്, ഫിഷ്, സ്നേക്ക്, ലിസാർഡ്, സ്മോൾ ബേർഡ്സ് ഇവയൊക്കെ അല്ലേ. ക്രൗ ഗ്രെയിന്, സീഡ്, നട്ട്സ്, ഇൻസെക്ട്സ്, ഫുഡ് വേസ്റ്റ്. അടുത്ത ഓൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്? റോഡൻസ്, സ്മോൾ ബേർഡ്സ്, ലിസാർഡ്സ്, ഇൻസെക്ട്സ്. അടുത്തത് പീജിയൻ. പീജിയൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്? ഗ്രെയിൻസ്, സീഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. തത്ത, പൊന്മാൻ, പരുന്ത്, കാക്ക, മൂങ്ങ, പ്രാവ് ഇവർ കഴിക്കുന്ന ആഹാരങ്ങൾ. തത്ത കഴിക്കുന്നത് ധാന്യങ്ങൾ, പഴങ്ങൾ, വിത്തുകൾ. പൊന്മാൻ മത്സ്യം, തവള, ചെറിയ ഉരുകങ്ങൾ, പ്രാണികൾ. പരുന്ത് എലി, പാമ്പ്, പല്ലി, ചെറിയ പക്ഷികൾ. കാക്ക കഴിക്കുന്നതോ ധാന്യങ്ങൾ, പഴങ്ങൾ, പ്രാണികൾ. മൂങ്ങയോ എലി, ചെറിയ പക്ഷികൾ, പാമ്പ് എക്സെട്ര. എല്ലാവർക്കും മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. പക്ഷികളും വാസസ്ഥലങ്ങളും. ബേർഡ്സ് ആൻഡ് ദെയർ ഹാബിറ്ററ്റ്സ്. പക്ഷികളെ നമുക്ക് എവിടെയെല്ലാം കാണാനാവും? വേർ ക്യാൻ സീ ബേർഡ്സ്? നിയർ ദ പോണ്ട്. കുളക്കരയിൽ കാണാം. ഗാർഡൻ ആൻഡ് പാർക്ക്. പൂന്തോട്ടങ്ങളിലും പാർക്കുകളിലും കാണാം. ഫീൽഡ്സ്. വയലിൽ കാണാം. ഹിൽസ്. കുന്നുകളിൽ കാണാം. ഫോറസ്റ്റ്സ്. കാടുകളിലും കാണാം. ഇതൊന്ന് നോക്കടാ. എന്താ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്? ഒരു പക്ഷി നാരോ നൂലോ എന്തോ കൊണ്ടുപോയി കൂടുണ്ടാക്കുക അല്ലേ. എന്ത് ഭംഗിയാണ് കാണാൻ. എല്ലാ ബേർഡ്സും ഉണ്ടാക്കുന്ന എല്ലാ പക്ഷികളും ഉണ്ടാക്കുന്ന കൂടുകൾ ഒരേപോലെയാണോ കാണാൻ? അല്ല അല്ലേ. ഓരോ പക്ഷികളും ഉണ്ടാക്കുന്ന കൂടുകൾ വ്യത്യസ്തമായിരിക്കും. എന്തെല്ലാം വ്യത്യസ്തതകളുണ്ടാവും? പ്ലേസ് വെയർ ദേ ആർ ഫൗണ്ട്. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻസ്.
അതായത് കൂട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ വ്യത്യാസം ഉണ്ടാവും. ഷേപ്പ് ആൻഡ് സൈസ്, വലുപ്പത്തിലും ആകൃതിയിലും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റൈൽ ഓഫ് ബിൽഡ്, അവ നിർമ്മിക്കുന്ന സ്റ്റൈലിലും വ്യത്യാസം ഉണ്ടാവും. ടൈം ടേക്കൻ ടു ബിൽഡ്, സമയത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് എക്സാമിന് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാവരും പഠിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. നിങ്ങളുടെ പുസ്തകത്തിലൊരു കുറിപ്പ് വന്നിട്ടുണ്ട് അല്ലേ? ആരതാണ്? ഡോക്ടർ സലീം അലിയുടെ ഒരു ജീവിത കുറിപ്പാണ് തന്നിട്ടുള്ളത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകനായിരുന്നു ആര്? ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കുറിപ്പാണ് നിങ്ങൾക്ക് പുസ്തകത്തിൽ തന്നിട്ടുള്ളത്. വായിച്ചു നോക്കുക. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നവംബർ 12. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 12 തന്നെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ അന്നാണ് കേട്ടോ, നവംബർ 12. അങ്ങനെ നമ്മൾ പക്ഷികളുടെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഒരുപാട് ബേർഡ്സിനെ കുറിച്ച് പഠിച്ചു, അവരുടെ പ്രത്യേകതകൾ പഠിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക.